എൻ്റെ പേര് താരിഖ്. ഞാൻ ഒരു ജാനുവരി 2005 ഒരു കർവ് എടുത്തത്. അതിനൊരു 2 മാസം മുമ്പ് നവംബറിൽ ഒരു നെക്സോൺ ഡാർക്ക് എഡിഷൻ, ടോപ്പ് എൻഡ് ആയിട്ടുള്ള 45 കിലോ വാട്ടിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ്റെ അത് ഫാദർ എടുത്തത്. ഫസ്റ്റ് അതെടുത്തത് നമ്മൾ ലെക്സോൺ EV എന്നാണ് അതെടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ വീണ്ടും ആ ഒരു ലെക്സോണിലേക്ക് പോയതും ടാറ്റയുടെ ഒരു സർവീസിലേക്ക് നമ്മൾ പോയതും. അപ്പോൾ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടിയും കുഴപ്പമില്ല, പെർഫോമൻസൊക്കെ നല്ല പെർഫോമൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടാമത് നമ്മളൊരു കർവും കൂടി എടുത്തത്. കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോങ് ട്രിപ്പുകൾ ജസ്റ്റ് ഫാമിലി ആയിട്ട് പോകേണ്ട ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി സസ്പെൻഷൻ കുറച്ചും കൂടി കർവിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആണ്. ബൂട്ട് സ്പേസ് ഒരു 500 ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആ രീതിയിൽ നമ്മൾ കർവിലേക്ക് പോയത്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ജാനുവരി 2 എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മാസം ആയിട്ടുള്ള പോലും ഞാൻ തന്നെ കർവ് തന്നെ ഒരു 6000 കിലോമീറ്റർ മുകളിൽ ഓടിച്ചു. നമ്മൾ പൊതുവേ ഡീസൽ വണ്ടി ഉപയോഗിച്ച് ഇന്നിപ്പോൾ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് പോകുമ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഡീസൽ അടിച്ച് ഇങ്ങനെ പോകാം. അപ്പോൾ ഇത് EVയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കൺസേൺ മിക്ക ആളുകളിലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ചാർജിങ്ങിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും ഇതൊക്കെ വരും. നല്ല ഓട്ടമുള്ള ആൾക്ക് ഒരു 3-4 കൊല്ലം കൊണ്ട് തന്നെ, കാരണം നമ്മുടെ ഒരു പരിചയത്തിലുള്ള വണ്ടി തന്നെ നെക്സോൺ എടുത്തിട്ട് 1 കൊല്ലം കൊണ്ട് 80,000 കിലോമീറ്റർ ഓടി വണ്ടിയുണ്ട്. അപ്പോൾ ബാക്കി വെച്ച് നോക്കുമ്പോൾ 5-6 ലക്ഷം രൂപയുടെ ഗുണം പുള്ളിക്ക് ആ 1 കൊല്ലം കൊണ്ട് തന്നെ കിട്ടിയെന്നുള്ളതാണ്. അവർ 2-3 കൊല്ലം കൊണ്ട് വണ്ടി വില കയ്യിൽ മൊത്തത്തിൽ വരും. ഇപ്പോൾ ഈ കർവൊക്കെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ്. 55 കിലോ വാട്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് എനിക്ക് കോഴിക്കോട് പോയപ്പോൾ 400-440 കിലോമീറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോക്കലിൽ തന്നെ ഇപ്പോൾ എനിക്കൊരു 360-370 നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്ലാനിങ് സുഖമാണ്. കാരണം വെച്ചാൽ നമുക്ക് ആപ്പ് ത്രൂ ആണെങ്കിലും എവിടെയൊക്കെ ചാർജിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 3 പോയി തന്നെ 400 കിലോമീറ്റർ നമ്മൾ പോയിവിടെ വരും. 400 കിലോമീറ്ററിന് ഇന്നോവ ആണെങ്കിൽ എങ്ങനെയായാലും 4000-5000 ഒരിക്കും. നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടുന്ന ഒരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ മാക്സിമം. അതിൽ കൂടുതലൊന്നും വരുന്നില്ല. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ആളുകൾ ചിന്തിക്കുന്നില്ല, കുറച്ച് മാറ്റം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഒരു 35% EVയിലേക്ക് ഷെയർ ഇപ്പോൾ ഈ കഴിഞ്ഞ പോലെ തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ വളരെ കുറവാണെങ്കിലും 35% തന്നെ 35% തന്നെ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ EVയിലേക്ക് കാറിനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്.